നമസ്കാരം, രാജീവം വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഉണ്ടാക്കുവാൻ പോകുന്നത് ചക്കവരട്ടാണ്. അപ്പോൾ എനിക്കിന്ന് കുറച്ച് നല്ല വരിക്ക ചക്കയുടെ പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് വരട്ടി എടുക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതുപോലെ ഈ ചക്കവരട്ട് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രയോജനമാണ്. ഒരു വർഷം വരെ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കുമ്പിളപ്പം, ഉണ്ണിയപ്പം അങ്ങനെ പല പലഹാരങ്ങളും ഉണ്ടാക്കുവാനായിട്ടും സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചക്കവരട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വരട്ടാനുള്ള ചക്ക ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണിത്. ഇത് 1 കിലോ മിച്ചമുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോകാൻ പാടില്ല, 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിക്കാവൂ. ഇനി ഇത് നമുക്ക് 2 വിസിൽ കേൾക്കുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചക്ക വേവിക്കാനായിട്ട് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഫ്രീസറിലിരുന്ന് ശർക്കര ആയതുകൊണ്ട് പൊട്ടാൻ ഇച്ചിരി പാട് വന്നു. ഞാനൊരു 3-4 കഷ്ണമായിട്ടാണ് പൊട്ടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശർക്കര ഇതിലേക്കൊന്ന് അലിഞ്ഞ് ഇറങ്ങി ഇതൊന്ന് നല്ലപോലെ തിളപ്പിച്ച് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കണം. ഒന്ന് അലിഞ്ഞിട്ടുണ്ട് ഇതിൽ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് നല്ലപോലെ തിളച്ച് കുറുകി കിട്ടണം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ശർക്കരയിലേക്ക് വഴറ്റിയെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന ചക്ക ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ചൊഴിക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാത്രത്തിൽ കരിഞ്ഞു പിടിക്കാൻ പാടില്ല. ശർക്കര ആയതുകൊണ്ട് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതൊന്ന് പറ്റി കുറുകി വരണം. അതാണ് നമ്മുടെ പാകം. നമ്മുടെ ചക്കവരട്ട് ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും ഇട്ട് കൊടുക്കണം. ഒരല്പം ജീരകം, നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കായും ചുക്കും മാത്രം മതി. എന്നാലും കുറച്ചുകൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ജീരകം കൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ചുക്കുപൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്ക 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണ് ജീരകം, നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതിൽ യോജിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ച് തണുത്ത് കഴിയുമ്പോഴത്തേന് നമുക്കിത് ഉപയോഗിക്കാം. കൂടാതെ ഇതിന് നല്ല ഒരു പാത്രത്തിൽ ഒരു ഡപ്പിയിൽ എടുത്ത് വെച്ച് നമുക്ക് കുറേ കാലം, ഒരു വർഷത്തോളം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചക്കവരട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മറ്റൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു വർഷം വരെ വളരെ ഇതായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമ്മളിത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആവശ്യമുള്ളപ്പോഴൊക്കെ കുമ്പിളുണ്ടാക്കാനും അങ്ങനെ അട ഉണ്ടാക്കാനും ഒക്കെ വളരെ ഉപകരിക്കും. അപ്പോൾ ഇപ്പം ചക്കക്കാലമാണ്, ചക്കയുടെ ഒരു സീസണാണ്. അപ്പം ചക്കപ്പഴം കിട്ടുന്നത് ആരും കളയാതെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രയോജനപ്പെടും. അപ്പോൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ രാജീവൻ ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടരികിലുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.